കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനമാണല്ലോ നാം തുടർച്ചയായി ചിന്തിച്ചു വരുന്നത്. അതിൽ 9, 10, 11 അധ്യായങ്ങൾ ഇസ്രയേലിനെ സംബന്ധിക്കുന്ന ചില പരാമർശങ്ങളാണ് പൗലോസ് നടത്തുന്നതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇസ്രായേലിൻ്റെ ചരിത്രം പൗലോസ് ഇവിടെ പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം ദൈവിക കാര്യപരിപാടിയിൽ അവർക്ക് ദൈവം നിയമിച്ചു നൽകിയിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് വ്യക്തമാക്കുകയും സുവിശേഷത്തിൻ്റെ സാർവലൗകികത വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ഇസ്രായേൽ ജനത അവരുടെ വംശീയ മേന്മയെ സംബന്ധിച്ച് ഊറ്റം കൊള്ളുന്നവരും മശിഹായിൽ അവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന നിലയിൽ അവകാശവാദം ഉന്നയിക്കുന്നവരുമായിരുന്നു. ഇതര ജാതികളിൽ നിന്ന് ആരെങ്കിലും യേശുക്രിസ്തുവിലൂടെയുള്ള, അതായത് വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹായ യേശുക്രിസ്തുവിലൂടെ ഒരുക്കപ്പെട്ട തികവുള്ള രക്ഷാമാർഗത്തിൽ വിശ്വസിച്ച് പാപപരിഹാരവും നിത്യജീവനും പ്രാപിക്കുവാൻ മുൻപോട്ട് വന്നാൽ അവരാദ്യം യഹൂദനാകണം എന്നും യഹൂദനായ ശേഷം മാത്രമേ, പരിച്ഛേദന എന്ന ചടങ്ങിലൂടെ യഹൂദനായ ശേഷം മാത്രമേ അവർക്ക് മശിഹായിലുള്ള വിശ്വാസത്താൽ ആത്മരക്ഷ പ്രാപിക്കുവാൻ അവകാശമുള്ളൂ എന്നും അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല എന്ന് ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് വളരെ അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേലിൻ്റെ സ്ഥാനം എന്താണെന്നും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ അവരെക്കുറിച്ച് ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്നും അവരുടെ ഭാവി സംബന്ധമായി ദൈവവചനം വെളിപ്പെടുത്തുന്നത് എന്താണെന്നും പൗലോസ് ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഈ 3 അധ്യായങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മൾ 11ാമത്തെ അധ്യായമാണല്ലോ ഇപ്പോൾ ചിന്തിച്ചു വരുന്നത്. അത് ഇസ്രായേലിൻ്റെ ഭാവി സംബന്ധമായ കാര്യങ്ങളാണ് പ്രധാനമായും ഇവിടെ പരാമർശിക്കുന്നത്. 10ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. 11ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഭാവി സംബന്ധമായ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ വംശീയ ജനസമൂഹം എന്നതിനേക്കാളധികം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാർ എന്ന അർത്ഥമാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്ര യഹൂദൻ. ഗലാത്യലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമാക്കുന്നുണ്ട്, അബ്രഹാമിൻ്റെ മക്കൾ വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കളെന്ന്. വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ. അപ്പോൾ സുവിശേഷത്തിൻ്റെ സാർവലൗകിക സ്വഭാവം ഇവിടെ വളരെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈ 3 അധ്യായങ്ങളിലൂടെ വ്യക്തമാക്കപ്പെടുന്ന ചിന്ത, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ചിലപ്പോൾ പൗലോസ് ഈ 3 അധ്യായങ്ങളിൽ തൻ്റെ വ്യക്തിപരമായ പരാമർശങ്ങളിലൂടെ അവയെ ആരംഭിക്കുമ്പോൾ തന്നെ യഹൂദജാതിയെക്കുറിച്ചുള്ള തൻ്റെ ഹൃദയത്തുടിപ്പ് പൗലോസോടെ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ഹൃദയത്തുടിപ്പ് വ്യക്തമാക്കുമ്പോൾ ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ആഗ്രഹിക്കാമായിരുന്നു, എൻ്റെ സ്വജാതിക്കാർ മുഴുവൻ രക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു അഡ്വക്കേറ്റ് പോലെ പൗലോസ് മുൻപിൽ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ പൗലോസ് അത് പറയുമ്പോൾ പൗലോസിന് അവരോടുള്ള ആ ബന്ധം വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ താഴോട്ട് വിശദീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളിലൂടെ അവർക്ക് ദൈവം മുമ്പാകെ അങ്ങനെ പ്രത്യേകമായ പദവികളൊന്നുമില്ല എന്നും അവരിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹം, ഒരു ശേഷിപ്പ്, പൗലോസ് പറയുന്ന ഒരു ശേഷിപ്പ്, എ റെമനന്റ്, ഒരു ശേഷിപ്പാണ് യഥാർത്ഥത്തിൽ രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്നതെന്നും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരമാണ് അവരും രക്ഷയ്ക്ക് അവകാശികളാകുന്നതെന്നും ഏതെങ്കിലും ഒരു പ്രവൃത്തിയാലാണ് രക്ഷയെന്നുണ്ടെങ്കിൽ അത് കൃപയാലല്ല, അത് പ്രവൃത്തിയാലാണ്, അല്ലെങ്കിൽ കൃപയല്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. സഹോദരങ്ങളെ, ഏത് കാലത്തും ഈ ആശയങ്ങൾ വളരെ പ്രസക്തമാണ്. ഇസ്രായേൽ അവരുടെ വംശീയ മേന്മയിൽ, അവരുടെ പൈതൃകത്തിൽ, അവരുടെ പാരമ്പര്യത്തിൽ അവർ ഊറ്റം കൊണ്ടിരുന്നു. ഇന്നും നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, നാമത്തെ ക്രൈസ്തവ സമൂഹം അവർ പാരമ്പര്യമായി അവർ വിശ്വസിച്ചു പോരുകയും അവരനുഷ്ഠിച്ചു പോരുകയും ചെയ്യുന്ന കർമാചാരങ്ങളിൽ അവർ ഊറ്റം കൊള്ളുകയും അവർക്ക് ദൈവമുമ്പാകെ പ്രത്യേക പദവിയുണ്ടെന്നും സ്ഥാനമുണ്ടെന്നും അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. അവർ പലപ്പോഴും പറയാറുണ്ട്, പുറജാതികളിൽ നിന്ന്, ഇതര ജാതികളിൽ നിന്ന് ആരെങ്കിലും രക്ഷിക്കപ്പെട്ടു വന്നാൽ അവർക്ക് മാത്രമേ മുഴുകൽ സ്നാനം, വിശ്വാസ സ്നാനത്തിന് ആവശ്യമുള്ളൂവെന്നും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഒരു ചടങ്ങായിട്ട് ആ കർമ്മം അവന് എട്ടും പൊട്ടും തിരിയാത്ത സമയത്ത് അങ്ങ് ചെയ്താൽ മതിയെന്നും അവർക്ക് പൈതൃകമായി എന്തോ ദൈവം മുമ്പാകെ പ്രത്യേക പദവി ഉണ്ടെന്നുമൊക്കെ ഇക്കാലത്തിൽ തന്നെ ആളുകൾ അങ്ങനെ അവകാശപ്പെടുകയും മിഥ്യാധാരണയിൽ
പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ അവരെ അതിനായി പ്രേരിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുന്നതിന് ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയമുള്ളൊരു ദൈവം ആരുടെയും മുഖം നോക്കുന്നവനല്ല. അതല്ലേ നമ്മൾ ആവർത്തിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം മറക്കരുത്. ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. മക്കളുടെ മക്കൾ എന്നൊരു സ്ഥാനം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലില്ല. അതുകൊണ്ടാണ് ബൈബിളിൻ്റെ മൂലഭാഷയായ പഴയ നിയമത്തിൻ്റെ മൂലഭാഷയായ ഭാഷകളായ അരാമായിക്കും എബ്രായ ഭാഷയിലും പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയായ കോയിനെ ഗ്രീക്കിലും വല്യപ്പൻ എന്ന പദമേ ഇല്ല, കൊച്ചുമകൻ എന്ന പദമേ ഇല്ല. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്നുള്ള കൊണ്ട് പറയുവാൻ മുതിരരുത്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അബ്രഹാം ഞങ്ങൾക്ക് വല്യപ്പച്ചനായുണ്ട് എന്ന് പറയാൻ മുതിരരുതെന്നല്ല. അപ്പോൾ ആ പദം പോലും, വല്യപ്പൻ, കൊച്ചുമക്കൾ എന്ന പദം പോലും ബൈബിളിൻ്റെ മൂലഭാഷയിലില്ല. ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയിൽ അങ്ങനെ മക്കളുടെ മക്കൾക്ക് ഒരു പ്രത്യേക പദവി ഉണ്ട് എന്നുള്ള ഒരാശയം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ഇസ്രായേലായാലും ഇതര ജാതിയിൽപ്പെട്ടവനായാലും ഓരോരുത്തരും ദൈവം മുമ്പാകെ വിശ്വസിച്ച് രക്ഷയുടെ അനുഭവം പ്രാപിക്കുവാൻ ഉത്തരവാദിത്വമുള്ളവരാണെന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നടപ്പിൽ നമ്മളെ വീണ്ടെടുത്തു എന്ന, വില കൊടുത്തു വാങ്ങിച്ചു എന്ന, വീണ്ടെടുത്തിരിക്കുന്ന വെള്ളി, പൊന്ന് മുതലേ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. അപ്പോൾ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പ്, ഈ പിതൃപാരമ്പര്യമായുള്ള നടപ്പ് പലപ്പോഴും വ്യർത്ഥമാണ്, അർത്ഥമില്ലാത്തതാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, ജനിച്ചപ്പോൾ എൻ്റെ അമ്മയപ്പന്മാർ ചെയ്തിരുന്നതുകൊണ്ട് ഞാനിവർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാളിന് ആ ചടങ്ങുകൾ വെറും വ്യർത്ഥമാണ്, അവന് അർത്ഥമുള്ളവയല്ല. നോക്കണേ, അവന് എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത്? എൻ്റെ അപ്പനപ്പൂപ്പന്മാർ ചെയ്തു പോന്നിരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, എൻ്റെ വംശങ്ങളിലുള്ളവരെല്ലാം ചെയ്തു പോന്നിരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ നീ ചെയ്യുന്നതിൻ്റെ അർത്ഥം നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ചെയ്യുന്നതിൻ്റെ മൂല്യം, അതിൻ്റെ ആശയം എന്താണ് നീ ചിന്തിക്കുന്നുണ്ടോ? അതൊന്നും ചിന്തിക്കുന്നേ ഇല്ല. അതാണ് വ്യർത്ഥമാണ്. പിതൃപാരമ്പര്യമായുള്ള കർമാചാരങ്ങളുടെ നടപ്പെന്ന് പറയുമ്പോൾ പലപ്പോഴും വ്യർത്ഥമാണ്. ആ വ്യർത്ഥമായ നടപ്പിൽ നിന്ന് നമ്മളുടെ ആചാരങ്ങളിലും നമ്മുടെ പാരമ്പര്യങ്ങളിലും നമ്മുടെ പൈതൃകത്തിലും നമ്മുടെ വംശീയ മേന്മയിലുമൊക്കെ ഊറ്റം കൊള്ളുന്നത് നമ്മെ കർത്താവിൽ നിന്ന് ഒന്നുകൂടി അകറ്റിക്കളയുവാനാണ് സാധ്യത. സ്വയനീതിക്കാർക്ക് ഒരിക്കലും പാപബോധമുണ്ടാവുകയോ വിനയമുണ്ടാവുകയോ യേശുക്രിസ്തുവിന്റെ രക്ഷയ്ക്കായി തങ്ങളെ സമർപ്പിക്കുവാൻ കഴിയുകയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യമായി ഒരുവനിൽ ഉണ്ടാകേണ്ടത് പാപബോധമാണ്. അതല്ലേ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ദരിദ്രർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മീയമായ അവസ്ഥയിൽ ഞാൻ ദാരിദ്ര്യത്തിലാണ്, ഞാൻ പാപ്പരാണ്, എനിക്ക് പ്രശംസിപ്പാൻ ഏതുമില്ല എന്നുള്ള ആ തിരിച്ചറിവാണ് ഒരുവനെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിൻ്റെ ആദ്യത്തെ ചുവട്. പാപബോധമാണ്. അത് വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ ഊറ്റം കൊള്ളുന്നവർക്ക് അത് കഴിയുന്നതല്ല. ഈ ആശയം ഈ അധ്യായങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല, ഈ അധ്യായങ്ങളുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ എനിക്ക് താല്പര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവനയെ പല ആളുകളും തെറ്റായി വ്യാഖ്യാനിച്ച് സുവിശേഷത്തിൻ്റെ സാർവലൗകിക സ്വഭാവത്തെ നിഷേധിക്കുന്നത് വളരെ ദുഃഖകരമായൊരു സത്യമായി ശേഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. സിറിയ ഫിനീഷ്യ ദേശക്കാരിയായ ഒരു സ്ത്രീ യേശുക്രിസ്തുവിനെ അടുത്ത് വന്ന് അവളുടെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, അവളെ ഒന്ന് രക്ഷിക്കണം, സൗഖ്യമാക്കണം എന്ന് വിലപിച്ചുകൊണ്ട് പുറകെ കൂടിയപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെയും അവളുടെ നിസ്സഹായമായ ദയനീയമായ നിലവിളിയും അവൾ ദീർഘമായ ദൂരം യേശുവിനെ പിൻപറ്റിക്കൊണ്ട് വന്നതും എല്ലാം അവർ ശ്രദ്ധിച്ചിട്ട് ഗുരുവിൻ്റെ അടുത്ത് അവർക്ക് ആ സ്ത്രീക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ, ഒരു ശുപാർശ ചെയ്യുന്ന പോലെ അവർ വന്നു. എത്ര നേരമോ ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ പുറകെ വരുന്നു, പ്ലീസ്. പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇവള് വന്നപ്പോൾ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല, യോഗ്യമല്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, യജമാനിനെയും നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്നുള്ള ആ അപ്പനുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, നിൻ്റെ വിശ്വാസം വലിയത്,
നോക്കണേ, സ്തോത്രം. അവളെ അഭിനന്ദിക്കുകയും നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ മകൾക്ക് സൗഖ്യം നൽകുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ യേശുക്രിസ്തു പലസ്തീൻ നാടിൻ്റെ അതിര് വിട്ട്, ഇസ്രായേലിൻ്റെ അതിര് വിട്ട് പുറത്തോട്ട് പോയത് ചെറുപ്പത്തിൽ ഹേരോദാവിൻ്റെ വാളിൽ നിന്ന് ഹേരോദാവ് ശിശുക്കളെ മുഴുവൻ 2 വയസ്സുവരെ താഴെയുള്ള ശിശുക്കളെ മുഴുവൻ ബേത്ലഹേമിൽ അതിലെങ്കിലും ആളയച്ച് കൊല്ലിക്കുമ്പോൾ യേശുവിനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ദൂതൻ മുഖാന്തരം അരുളപ്പാടുണ്ടാവുകയും അങ്ങനെ യോസഫ് യേശുവിനെ കൊണ്ട് മിസ്രൈമിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ള ഒരു സത്യം ഒഴിച്ചാൽ, ആ വസ്തുത ഒഴിച്ചാൽ കർത്താവ് ഒരിക്കലും ഇസ്രായേലിൻ്റെ അതിര് വിട്ട്, പലസ്തീൻ നാടിൻ്റെ അതിര് വിട്ട് പുറത്ത് പോയിട്ടില്ല. ഈ സന്ദർഭത്തിൽ മാത്രം ഒരു ലേശം കഫർന്നഹൂമിലൂടെ ചെന്ന് ഒരു ഇച്ചിരി ഒന്ന് ഇറങ്ങിയാൽ മതി സോർ സീദോൻ എന്ന പ്രദേശം. ഈ സോർ സീദോൻ എന്ന പ്രദേശമാണ് സിറിയ, ഫിനീഷ്യ, ആ ഭാഗത്ത് അല്പമൊന്ന് പോയി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സ്ത്രീയെ അറിയുന്ന സർവജ്ഞാനിയായ കർത്താവ് ആ സ്ത്രീക്ക് വേണ്ടിയും അവളുടെ മകൾക്ക് ഭൂതോപദ്രവത്തിന് വിടുതൽ കൊടുക്കാൻ വേണ്ടിയും അവൾക്ക് തൻ്റെ വിശ്വാസവും തൻ്റെ സമർപ്പണവും സൗമ്യതയും വെളിപ്പെടുത്താൻ ഒരു അവസരം ഉണ്ടാകേണ്ടതിനും വേണ്ടിയാണ് അങ്ങോട്ട് പോയത് തന്നെ. എന്നാൽ ഈ വാക്യം എടുത്തുകൊണ്ട് ജീസസ് കെയിം ഫോർ ദ ജ്യൂസ്, യേശു യഹൂദിന് വേണ്ടി മാത്രമാണ് വന്നതെന്നും ഇതര ജാതികൾക്ക് യേശുവിലെ വിശ്വാസത്താൽ രക്ഷയ്ക്ക് അവകാശമില്ലെന്നും ഒക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പല ആളുകളുമുണ്ട്. നിങ്ങളൊരു കാര്യം മറക്കരുത്, കർത്താവിൻ്റെ 3.5 വർഷക്കാലത്തെ ഇഹത്തിലെ ശുശ്രൂഷയുടെ ഘട്ടത്തെ സംബന്ധിച്ചു മാത്രമാണ് കർത്താവ് അത് പറഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർ ഈരണ്ടായി കർത്താവ് അയക്കുമ്പോഴും അവരോട് പറഞ്ഞു, നിങ്ങൾ ശമര്യരുടെ പട്ടണത്തിൽ കിടക്കാതെയും ഇസ്രായേലിലെ കാണാതെ വീണ ആടുകളുടെ അടുത്തേക്ക് തന്നെ ചെല്ലുവീരെന്ന് പറഞ്ഞാണ് അവരെ അയക്കുന്നതും. അത് കർത്താവിൻ്റെ 3 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയെ മാത്രം പരാമർശിക്കുന്നതാണ്. കാരണം ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളിൽ ഏറ്റവും പാരമ്യമായ ഇടപെടലാണ് മശിഹായുടെ നേരിട്ടുള്ള ശുശ്രൂഷയിലൂടെ നടക്കുവാനിടയായി തീർന്നത്. നോക്കണേ, മശിഹ നേരിട്ട് അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു, എന്നിട്ടും അവർക്ക് മാറ്റം വന്നില്ല. അതുകൊണ്ട് ആ 3.5 കൊല്ലത്തെ ശുശ്രൂഷ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിലെ അതിൻ്റെ പാരമ്യമായി മശിഹ നേരിട്ട് അവരോട് ഇടപെടുന്ന, അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്തെ 3.5 കൊല്ലത്തെക്കുറിച്ച് മാത്രമാണ് കർത്താവ് ഈ വാക്ക് പറഞ്ഞത്. മാത്രമല്ല, അതിനുശേഷം അത്തിയെ ശപിച്ചു, അവരുടെ ആലയത്തിന് പുതിയ പേരിട്ടു. നമുക്കറിയാം, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. മാത്രമല്ല, സകല ജാതികളും കർത്താവിൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളതും കർത്താവ് വളരെ വ്യക്തമാക്കുകയുണ്ടായി. പ്രിയ ദൈവമക്കളെ, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ ഒരു ദൈവമില്ല. ഇങ്ങനെ കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ സുവിശേഷം സാർവലൗകികമാണെന്നും ദൈവത്തിന് മുമ്പാകെ മുഖപക്ഷമില്ലെന്നും ദൈവം എല്ലാ ജാതിയിലും പെട്ടവരെ സ്വീകരിക്കുന്നുവെന്നും വളരെ വ്യക്തമായി ആവർത്തിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മൾ സെഖര്യാവിൻ്റെ പ്രവചനം 2-11 വാക്യം, അത് കഴിഞ്ഞ ദിവസം ഞാൻ പരാമർശിച്ചുവോ എന്ന് ഓർക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത്, അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. കണ്ടോ, അന്നാളിൽ സകല ജാതികളിൽ നിന്നും പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. മാത്രമല്ല, എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പരാമർശിക്കുകയുണ്ടായി. കർത്താവ് തന്നെ പറഞ്ഞു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കും. രാജ്യത്തെ പുത്രന്മാരെയോ ഏറ്റവും പുറത്ത് ഇരുട്ടിലേക്ക് തള്ളിക്കളയും. നോക്കണേ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കും എന്നെൻ്റെ പൊന്ന് കർത്താവ് തന്നെ പറയുകയുണ്ടായി. അതുകൊണ്ട് ആ കാര്യങ്ങൾ അത്രയും വ്യക്തമായി പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകളെ അതിൻ്റെ സന്ദർഭത്തിലും അതിൻ്റെ അർത്ഥത്തിലും മനസ്സിലാക്കുവാൻ കൂട്ടാക്കാതെ ദുർവ്യാഖ്യാനിച്ച് സുവിശേഷം യഹൂദന് മാത്രമുള്ള കുത്തകയാണെന്ന് പ്രചരിപ്പിക്കുന്നത് വേദ പുസ്തകത്തിലെ സന്ദേശത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. അവിടെ നിങ്ങളാരും അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്. അതിനെ സംബന്ധിച്ച് വളരെ ദീർഘമായി പരാമർശിക്കുവാനായിട്ട് വിശദീകരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ന്യായമായ വിശദീകരണം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ കൂടുതൽ വ്യക്തമാക്കുവാൻ കഴിയുമെന്ന റോമാലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അത്രയും പരാമർശിച്ച് മുൻപോട്ട് പോകുന്നു. ഈ 3 അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ ചരിത്രം പരാമർശിക്കുന്നത് പ്രിയപ്പെട്ട
സുവിശേഷത്തിൻ്റെ സാർവലൗകിക സ്വഭാവം വ്യക്തമാക്കുന്നതിനാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ആട്ടെ, ഇസ്രായേലിൻ്റെ ഇടർച്ചയെ സംബന്ധിച്ച് അതാണ് 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഇസ്രായേൽ അതിൻ്റെ 11-ാമത്തെ വാക്യം, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവിടെ ലംഘനഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. ആ വാക്യവും അല്പം വിശദീകരണം അർഹിക്കുന്നതാണ്. നമ്മൾ നേരിൽ കണ്ടതാണല്ലോ. ആവർത്തന പുസ്തകത്തിൽ നിന്നും യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നും 69-ാം സങ്കീർത്തനത്തിൽ നിന്നും ഇവിടെ പൗലോസ്ലീഹ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഉദ്ധരണികളാണ് ആ മുകളിൽ നമ്മൾ കാണുന്നത്. ഈ 69-ാമത്തെ സങ്കീർത്തനം എൻ്റെ കർത്താവ് തന്നെ ആ സങ്കീർത്തനത്തെ പരാമർശിക്കുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 25-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, അവർ എന്നെ വെറുതെ പീഡിപ്പിച്ചു, അവർ എന്നെ വെറുതെ വെറുത്തു എന്ന് ആ വചനം നിറവേറേണ്ടതിന് തന്നെ എന്ന് കർത്താവ് തന്നെ പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം, അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറയുക. അത് 69-ാം സങ്കീർത്തനത്തിൻ്റെ ഉദ്ധരണിയാണ്. അവർ വെറുതെ എന്നെ പകച്ചു. അപ്പോൾ കർത്താവ് താൻ തന്നെ ഈ സങ്കീർത്തനം തൻ്റെ ജീവിതാനുഭവങ്ങളുടെ പ്രവചനമാണെന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. സ്തോത്രം. പ്രിയപ്പെട്ട, അതുകൊണ്ട് പഴയ നിയമത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ വീഴ്ചയെ സംബന്ധിച്ചും അവരുടെ ഇടർച്ചയെ സംബന്ധിച്ചും അവരുടെ ഇടർച്ച താൽക്കാലികമാണെന്നും അവരിലെ ഒരു ശേഷിപ്പാണ് രക്ഷിക്കപ്പെടുന്നതെന്നും ഇതര ജാതികളിൽ നിന്നും ധാരാളം ആളുകൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ സത്യദൈവത്തെക്കുറിച്ച് അറിയുവാൻ വ്യക്തമായി താല്പര്യമുള്ളവരെ ദൈവം ഏത് ജാതിയിൽ നിന്നുള്ളവരെ മുഖം നോക്കാതെ ആത്മരക്ഷയിലേക്കും നിത്യജീവനിലേക്കും സ്തോത്രം പാപപരിഹാരത്തിൻ്റെ ആ സന്തോഷകരമായ അനുഭവത്തിലേക്കും സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ ഭാഗത്ത് പൗലോസ് വളരെ വളരെ വ്യക്തമാക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇനി ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ. 11-ാമത്തെ വാക്യം, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഇടറുക എന്ന് പറയുന്നത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കല്ലെ തട്ടി ഒന്ന് ഇടർച്ചി, ഒരു ഇടർച്ചക്കല്ല് കണ്ടു തട്ടി ഇങ്ങനെ വേച്ച് അങ്ങ് പോയി. പക്ഷേ വീഴാനല്ല ഇടറിയത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം അവർ ഒരു രാഷ്ട്രീയ മശിഹയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇസ്രായേൽ വന്ന് റോമൻ സൈന്യത്തെ കീഴ്പ്പെടുത്തി തൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കും, അങ്ങനെ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്നും അവനോടുകൂടെ വാഴാമെന്നുമുള്ള പ്രതീക്ഷയായിരുന്നു ഇസ്രായേലിയർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ മശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ന്യായപ്രമാണം തന്നെ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മരത്തിന്മേൽ തൂങ്ങപ്പെട്ട ശാപമരണം വരിച്ചവൻ അവരുടെ മശിഹ ആണെന്നുള്ളത് അവർക്ക് അംഗീകരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് കർത്താവിനെക്കുറിച്ച് സ്തോത്രം ഈ കഷ്ടാനുഭവത്തെക്കുറിച്ചൊക്കെ പ്രവചിച്ചിരിക്കുന്നത് കർത്താവ് തന്നെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രവാചക പുസ്തകങ്ങളിൽ സങ്കീർത്തനങ്ങളിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വ്യക്തമാക്കി കൊടുത്തു. മശിഹ ഇങ്ങനെ കഷ്ടമനുഭവിച്ചതിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവചനത്തിലെ പ്രവചനങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുത്ത് അത് ഉൾക്കൊള്ളുന്നതുവരെ അവർക്ക് ക്രൂശ് ഒരിടർച്ചയായിരുന്നു. ഇന്നും ക്രൂശ് പലർക്കും ഒരിടർച്ചയാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ നോക്കിയാൽ ക്രൂശിനെ അലങ്കരിക്കാനാണ് ക്രിസ്തീയ സമൂഹത്തിൽ പോലും ആളുകൾ പരിശ്രമിക്കുന്നത്. അലങ്കരിക്കപ്പെട്ട ക്രൂശ് അത് ഒരു ചേരാത്ത കാര്യമാണ്. ക്രൂശ് ഒരലങ്കാരമല്ല, പിന്നെയോ പാപത്തിന്മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ പ്രതീകമാണ്. നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. മറക്കല്ലേ പ്രിയമുള്ളവരെ. ക്രൂശ് എന്തുകൊണ്ട് ആവശ്യമായി വന്നു? ദൈവനീതിയും ദൈവസ്നേഹവും ഏറ്റുമുട്ടിയപ്പോൾ ക്രൂശ് ആവശ്യമായി വന്നു. പാപപരിഹാരമെന്നുള്ളത് സ്തോത്രം നിവർത്തിക്കപ്പെടണമെങ്കിൽ, അത് സാധ്യമാകണമെങ്കിൽ പാപരഹിതൻ പാപിക്കു പകരക്കാരനായി യാഗമാകുക എന്നുള്ളത് അനിവാര്യം, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമായതുകൊണ്ട് ദൈവനീതി നിവർത്തിക്കപ്പെടേണ്ടതിന് ക്രൂശ് അനിവാര്യമായിരുന്നു. അപ്പോൾ ക്രൂശ് എന്ന് പറയുമ്പോൾ നീതിമാനായ ദൈവം, സ്നേഹവാനായ ദൈവം, ക്രൂശിൽ നമുക്ക് പ്രശംസിക്കാം, ക്രൂശിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ക്രൂശിനെ അലങ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് വ്യക്തമാണെന്ന് വിശ്വസിക്കട്ടെ. അതുകൊണ്ടാണ് ക്രൂശ് അത് ഒരു അലങ്കാരമല്ല,
പിന്നെയോ അത് ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായി നമ്മൾ കാണണം. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഏതെങ്കിലും ഒരുവൻ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഏറ്റവും വലിയ ത്യാഗം ചെയ്താൽ ആ ത്യാഗത്തെ നമ്മൾ അലങ്കാരമാക്കുകയല്ല, ആ ത്യാഗത്തിൽ നമ്മൾ പ്രശംസിക്കുകയും അതേസമയം ആ ത്യാഗത്തെ നമ്മൾ എന്നും നന്ദിയോടെ ഓർക്കുകയും ആ ത്യാഗത്തിൽ വെളിപ്പെട്ട സ്നേഹത്തെ അംഗീകരിച്ച് നമ്മളെ തന്നെ ആ സ്നേഹിതന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുകയല്ലയോ വേണ്ടത്. സ്തോത്രം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അപ്പോൾ ക്രൂശ് യഹൂദനൊരു ഇടർച്ചയായിരുന്നു. അവർ ഇങ്ങനെ വരുമ്പോൾ ആ ക്രൂശ് എന്ന് പറയുന്ന ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറി. പക്ഷേ ഇടറിയത് വീഴേണ്ടതിനല്ല, കല്ലെ തട്ടി ചിലപ്പോൾ വെച്ച് പോയി ചിലർ വീണെന്നവർ ഇല്ലില്ല. യഹൂദൻ ഇടറിയത് വീഴാനല്ല. സ്തോത്രം. പിന്നെ അവൻ ഇടറിയത് കൊണ്ട് ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അതും അതിൻ്റെ മലയാളത്തിലെ അതിൻ്റെ ആ പ്രയോഗം ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. അവിടെ ഇങ്ങനെ, എന്നാൽ അവർ വീഴേണ്ടതിനും ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. അടുത്ത് കണ്ടില്ലേ, അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ജാതികൾക്ക് രക്ഷ വന്നു എന്നാണ്. അപ്പം ജാതികളുടെ രക്ഷ ഇവർ പരാജയപ്പെട്ടതുകൊണ്ട്, ഇടറിയത് കൊണ്ട്, ഇവരുടെ ലംഘന നിമിത്തം അവരെ തെറ്റിപ്പോയി, എന്നാൽ ഇവരെ പിടിച്ചേക്കാം, ജാതികളെ പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ എന്നേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനല്ല സഹോദരങ്ങളെ. ആ എന്നേയുള്ളൂ എന്നത് ഇസ്രായേലിൻ്റെ ഇടർച്ചയുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്, ജാതികളുടെ രക്ഷയുമായിട്ടല്ല. ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിൻ്റെ ഇടർച്ചയുമായിട്ട് ബന്ധിപ്പിക്കണം. ഇസ്രായേലിൻ്റെ ഇടർച്ച അവരിടറിയത് കൊണ്ട് ജാതികൾക്ക് രക്ഷ വന്നു. അപ്പോൾ അവർ ഇടർച്ച എന്ന് പറഞ്ഞാൽ ജാതികൾക്ക് രക്ഷ വരേണ്ടതിന് അവരൊന്ന് ഇടറിയെന്നേ ഉള്ളൂ. അവർ വീഴാനല്ല ഇടറിയത്. അവിടെ എന്ത് വ്യക്തമാണ്. അവരുടെ ഇടർച്ച എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും നശിച്ച് തകർന്ന് ഇല്ലാതെയായി പോകാനല്ല. പിന്നെയോ അവരിടറിയത് മൂലം ജാതികൾക്ക് രക്ഷ വരുവാൻ അതൊരു ഉപാധിയായി എന്നേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ അപ്പോൾ എന്നേ ഉള്ളൂ എന്ന പ്രയോഗം ഇസ്രായേലിൻ്റെ ഇടർച്ചയുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്, ജാതികളുടെ രക്ഷയുമായിട്ടല്ല. ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ എന്നല്ല, ഇസ്രായേൽ ഇടറി എന്നേ ഉള്ളൂ. സ്തോത്രം. വീഴാനല്ല, ജാതികൾക്ക് ഒരവസരം ലഭിക്കത്തക്കതുപോലെ ഇസ്രായേൽ ഒന്ന് ഇടറി എന്നേ ഉള്ളൂ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അല്ലാതെ ഇസ്രായേൽ പരാജയപ്പെട്ടതുകൊണ്ട് ജാതികളെ ദൈവം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സ്വീകരിച്ചു എന്നല്ല. ഇതര ജാതികളുടെ രക്ഷ, സർവ്വ ലോകത്തിൻ്റെയും രക്ഷ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അനാദിയിലെ കാര്യപരിപാടിയിൽ തന്നെ ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അബ്രഹാം എന്നുള്ള പേര് മാറ്റി അബ്രഹാം എന്ന് പേര് ഇടുമ്പോൾ തന്നെ സകല ബഹുജാതികൾക്ക് പിതാവെന്നാണ് അവൻ്റെ പേര് മാറ്റിയിട്ടതിൽ തന്നെ അർത്ഥം. അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം സമുന്നതനായ പിതാവെന്ന, എക്സോൾട്ടഡ് ഫാദർ, ദ ഗ്രേറ്റ് ഫാദർ, ദ ഗ്രേറ്റ് ഡാഡ് എന്നാണ്. എന്നാൽ അബ്രഹാം എന്നാൽ ബഹുജാതികൾക്ക് പിതാവ്. അപ്പോൾ അവൻ്റെ പേര് മാറ്റിയിട്ടപ്പോൾ തന്നെ ബഹുജാതികൾക്കുള്ള അനുഗ്രഹം, വിശ്വാസത്താൽ ബഹുജാതികൾ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് അവകാശികളാകുമെന്നുള്ളത് അന്ന് ആ പേര് മാറ്റിയിട്ടതിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല ദൈവം സ്പെസിഫിക്കായി വ്യക്തമായി അബ്രഹാമിനോട് വാക്ക് കൊടുത്തിരുന്നു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ ജാതികളുടെ രക്ഷയെന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ തോട്ടല്ല. ഇസ്രായേൽ ഇടറിയത് കൊണ്ട്, ഇസ്രായേൽ ലംഘനം ചെയ്ത് എന്നാൽ പോട്ടെ ജാതികളെ രക്ഷിച്ചേക്കാം, അങ്ങനെയല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇസ്രായേലിനെ പോലും ഇടറുവാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്കുള്ള പ്രാധാന്യമാണ്. സ്തോത്രം. അല്ലെങ്കിൽ അവരങ്ങ് ഊറ്റം കൊണ്ടു, ഞങ്ങളുടെ പാത്രമാണെന്ന് പറഞ്ഞ് അവർ ഊറ്റം കൊണ്ടുകൊണ്ടിരുന്നേനെയും. പ്രിയപ്പെട്ട അങ്ങനല്ല. സ്തോത്രം. അവരിടറിയത് ജാതികൾക്ക് രക്ഷ വരുവാൻ ഒരു വലിയൊരു അവസരമായി എന്നാണ് പൗലോസ് അവിടെ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ ഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. ഒരു നാളുമല്ല, അവർക്ക് എരിവ് വരും. അപ്പോൾ അവർക്ക് എരിവ് വരുത്തുവാൻ എരിവ് വരുത്തുവാൻ അവിടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു. സ്തോത്രം. അവരിടറിയത് ജാതികൾക്ക് രക്ഷ വരുവാൻ ഇടയാവുകയും ആ ജാതികൾ രക്ഷയിലേക്ക് വരുന്നത് നിമിത്തം അവർക്കൊരു എരിവ് വരുവാൻ ഉപാധിയാകുകയും ചെയ്യേണ്ടതിന് അവരൊന്ന് ഇടറി എന്നേ ഉള്ളൂ.
അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. അവരിടറിയെന്നേ ഉള്ളൂ, ഒരു വീഴാനല്ല ഇടറിയത്. പിന്നെ അവരിടറിയ ആ പഴുത് ജാതികളുടെ രക്ഷയ്ക്ക് ഒരു വലിയൊരു അവസരമാവുകയും ചെയ്തു. അതാണ് തൊട്ട് താഴത്തെ വാക്യം ഒന്നുകൂടെ വ്യക്തമാക്കുന്നു. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി. എങ്കിൽ അവിടെ യഥാസ്ഥാനം എത്രയധികം. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം വളരെ വളരെ നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. ഇവിടെ പൗലോസ് പറയുന്ന ചിന്താധാര പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പൗലോസോട് പറയുന്നത്. ഒന്നാമത് പൗലോസ് പറയുന്നത് ഇസ്രായേലിൻ്റെ ഇടർച്ചയാൽ ജാതികൾക്ക് രക്ഷ വന്നു. ഇസ്രായേൽ ഇടറിയപ്പോൾ ജാതികൾക്ക് രക്ഷ വന്നു. രണ്ടാമത് ജാതികൾ രക്ഷയിലേക്ക് വന്നതിനാൽ ഇസ്രായേലിന് വലിയ എരിവുണ്ടായി, അവർക്ക് വലിയ എരിവ് വന്നു. മൂന്നാമത് ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനത്താൽ ഏറിയ അനുഗ്രഹങ്ങൾ ഇനിയും വരും. അവരുടെ യഥാസ്ഥാപനം നിമിത്തം ഇനി സകല ജാതികൾക്കും ഏറിയ അനുഗ്രഹങ്ങൾ വരുന്നു. ഇതാണ് പൗലോസ് പറയുന്ന 3 പ്രധാന വസ്തുതകൾ. ഒന്ന്, ഇസ്രായേൽ ഇടറിയപ്പോൾ ആ അവസരത്തിൽ ജാതികൾ കൂട്ടത്തോടെ ആത്മരക്ഷയിലേക്ക് വരുവാനത് ഉപാധിയായി. ജാതികൾ കൂട്ടത്തോടെ ആത്മരക്ഷയ്ക്ക് വന്നപ്പോൾ അവർക്ക് വലിയ എരിവുണ്ടായപ്പോൾ അവരും രക്ഷയിലേക്ക് വരുവാനത് ഉപാധിയായി. അങ്ങനെ അവർ രക്ഷയിലേക്ക് വന്നത് നിമിത്തം, സ്തോത്രം, അവരുടെ യഥാസ്ഥാനം നിമിത്തം സകല ജാതികൾക്കും സകല മനുഷ്യവംശത്തിനും ഏറിയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഉപാധിയായി. ആ ഏറിയ അനുഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നില്ല, പിന്നെ അത് വ്യക്തമാക്കുന്നു. നമുക്ക് പിന്നെ അത് ചിന്തിക്കാം. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഈ 3 ചിന്തകളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സർവജ്ഞാനിയായ ദൈവം, എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം, സ്തോത്രം, തൻ്റെ സർവജ്ഞാനത്തിൽ നമ്മുടെ ആത്മരക്ഷ, ജാതികളുടെ രക്ഷ മുൻകൂട്ടി നിയമിച്ചതാണ്. സ്തോത്രം. അവൾ യഹൂദനങ്ങനെ ഊറ്റം കൊള്ളുവാനില്ല. അവരിടറിയത് ജാതികൾക്ക് രക്ഷ വരുവാൻ വലിയൊരവസരമായി. അതിനെ സംബന്ധിച്ച് പ്രവൃത്തിയുള്ള പുസ്തകത്തിലൊക്കെ വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് അല്പം വിശദമായിട്ട് ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. കർത്താവ് ചോദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം ആ ഭാഗം നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവം മുഖം നോക്കുന്നവനല്ല. ദൈവം ഒരുത്തരെയും മറ്റൊരുവനേക്കാൾ അധികം സ്നേഹിക്കുന്നവനല്ല. സ്തോത്രം. എന്നാൽ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്ത വലിയ ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നു നമ്മൾ കാണുന്നുണ്ടല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിൽ ആർക്കും തന്നെ ദൈവനിയമിതമായ രക്ഷാമാർഗം കർമ്മങ്ങളാൽ നേടിയെടുക്കുവാൻ കഴിവില്ല എന്നുള്ള സത്യം സകല മനുഷ്യ വംശത്തിനു വേണ്ടി വ്യക്തമാക്കുന്നതിന് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. നമ്മെയും അവൻ മുൻകണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹവാനായ ദൈവത്തിൻ്റെ ഈ വലിയ കരുണയുടെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചു കൊടുക്കാം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും, സ്തോത്രം, ഈ ആത്മരക്ഷയുടെ അനുഭവം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, സ്തോത്രം, ഞങ്ങൾ നിർബന്ധപൂർവ്വം നിങ്ങളെ സ്നേഹത്തോടെ ഈ സന്തോഷകരമായ നിത്യജീവന അനുഭവത്തിലേക്ക് ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്തോത്രം, ഇസ്രായേലിൻ്റെ മുമ്പിൽ, അബ്രഹാമിൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ മേന്മയുടെ മുമ്പിൽ ഞങ്ങൾ സാധുക്കളും ഞങ്ങൾ ബലഹീനരുമാണെങ്കിലും, സ്തോത്രം, അവരെ പോലെ തന്നെ അങ്ങ് ഞങ്ങളെയും സ്നേഹിക്കുകയും അവിടെ രക്ഷ പോലെ തന്നെ ഞങ്ങളെ രക്ഷയും അങ്ങ് മുന്നൊരുക്കുകയും ചെയ്തിരുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും കർത്താവ് ഏതെങ്കിലും നില പ്രജിഡിസ് മൂലം, മുൻവിധി മൂലം ഇത് മാറ്റി ഒഴിവാക്കുന്നവരുണ്ടെങ്കിൽ, അങ്ങനെയല്ല കർത്താവേ, അങ്ങനെയല്ല എന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നുകയും ആത്മരക്ഷ അനുഭവത്തിലേക്ക് ഒരു തിരുമേനി അവർക്ക് കൃപ നൽകുകയും ചെയ്യണം. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ.